പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയൊരു ട്രെയിൻ യാത്രക്കായി നമ്മളിപ്പോൾ നിൽക്കുന്നത് ഊട്ടിയിലാണ്. ഊട്ടിയിലെ ബസ് സ്റ്റാൻഡിനടുത്തായുള്ള രാജീവ് ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ ഇടതുവശത്തായി കാണുന്നതാണ് ഊട്ടി ബസ് സ്റ്റാൻഡ്. ഇനി ഇന്നത്തെ നമ്മുടെ ട്രെയിൻ യാത്ര എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മനോഹരമായ ട്രെയിൻ യാത്രകളൊന്നായ ഊട്ടി ടോയ് ട്രെയിനിലാണ് ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഈ വലതുവശത്തായി കാണുന്നതാണ് ഊട്ടിയിലെ റെയിൽവേ സ്റ്റേഷനായ ഉദകമണ്ഡലം റെയിൽവേ സ്റ്റേഷൻ. ഉദകമണ്ഡലം റെയിൽവേ സ്റ്റേഷൻ തൊട്ട് മേട്ടുപ്പാളയം വരെയാണ് ഈ ഊട്ടി ടോയ് ട്രെയിൻ സർവീസ് നടത്തുന്നത്. നമ്മൾ ഇന്ന് സഞ്ചരിക്കുന്ന ഈ നീലഗിരി മൗണ്ടൻ റെയിൽവേ 2008 100 വർഷം ആഘോഷിച്ചതിനെ തുടർന്ന് ഇവിടെ സ്ഥാപിച്ചൊരു വലിയൊരു കവാടമാണ് ഈ ഉദകമണ്ഡലം റെയിൽവേ സ്റ്റേഷന് മുന്നിൽ ഇതായി കാണുന്നത്. നമ്മളങ്ങനെ ഉദകമണ്ഡലം റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളോട്ട് കയറിയിരിക്കുകയാണ്. ഇന്ത്യയിലെ എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും ഇപ്പോൾ നടക്കുന്നത് പോലെയുള്ള നവീകരണ പ്രവർത്തനങ്ങൾ നമ്മുടെ ഈ ഉദകമണ്ഡലം റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. നമ്മളങ്ങനെ ഉദകമണ്ഡലം റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളോട്ട് കയറിയിരിക്കുകയാണ്. ഇന്ത്യയുടെ ഒരു വലിയ ഫ്ലാഗൊക്കെ അവിടെ പറക്കുന്നത് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയും. നമ്മളങ്ങനെ ഉദകമണ്ഡലം റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിലേക്ക് കയറിയിരിക്കുകയാണ്. ഇത്തരത്തിലാണ് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമുകളെല്ലാം വരുന്നത്. സാധാരണ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ ചെറിയ പ്ലാറ്റ്ഫോമുകളാണ് ഇവിടെ ഉള്ളത്. അതിന് കാരണം നമ്മുടെ ട്രെയിനിന് ആകെ 5 കോച്ചുകൾ മാത്രമേ ഉള്ളൂ. ഇവിടെ ഈ ഉദകമണ്ഡലം റെയിൽവേ സ്റ്റേഷനിൽ ഐ ലവ് ഊട്ടി എന്നൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ആ ബോർഡിന് നേരെ മുകളിലായി തന്നെ പണ്ട് ഉപയോഗിച്ചിരുന്നൊരു സ്റ്റീം എഞ്ചിനും അതിൻ്റെ ഒരു ബോഗിയൊക്കെ അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ഉദകമണ്ഡലം റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലായിട്ട് ഒരു ഹെറിറ്റേജ് മ്യൂസിയം ഒക്കെ ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. നമുക്കതിൻ്റെ ഉള്ളോട്ട് കയറി അതിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. നമ്മുടെ ഈ ഊട്ടിയിലെ ടോയ് ട്രെയിൻ സർവീസ് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടതിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ നമുക്ക് ഈ മ്യൂസിയത്തിൽ നിന്നും കാണാൻ കഴിയും. നമ്മുടെ ഈ ഊട്ടിയിലെ ഈ ടോയ് ട്രെയിൻ സർവീസ് നീലഗിരി മൗണ്ടൻ റെയിൽവേ എന്നാണ് അറിയപ്പെടുന്നത്. ഈ റെയിൽവേയുടെ ആദ്യ കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചിരുന്ന പലതരം ഉപകരണങ്ങളാണ് നമ്മുടെ ഈ ഹെറിറ്റേജ് മ്യൂസിയത്തിൽ അവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. ആദ്യ കാലഘട്ടങ്ങളിൽ സിഗ്നൽ സംവിധാനങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന പലതരം സിഗ്നൽ ലാമ്പുകളാണ് ഇതായി കാണുന്നതൊക്കെ. ആദ്യ കാലഘട്ടങ്ങളിൽ ടോയ്ലറ്റ് സംവിധാനങ്ങൾക്കായി ഉപയോഗിച്ചിരുന്ന ഇന്ത്യൻ ടൈപ്പ് ക്ലോസറ്റുകളും വെസ്റ്റേൺ ടൈപ്പ് ക്ലോസറ്റുകളുമാണ് ഇവിടെ കാണുന്നതൊക്കെ. ഊട്ടി മലനിരകളിലൂടെ നമ്മുടെ ട്രെയിൻ സുഖമായി കടന്നു വരാൻ വേണ്ടി നമ്മുടെ ട്രെയിനിനെ സഹായിക്കുന്ന പീനിയൻ വീലുകളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. മേട്ടുപ്പാളയത്തിനും കൂനൂരിനും ഇടയിലുള്ള കുത്തനെയുള്ള കയറ്റം കയറാൻ വേണ്ടി റാക്ക് ആൻഡ് പീനിയൻ സിസ്റ്റമാണ് നമ്മുടെ ഈ നീലഗിരി മൗണ്ടൻ റെയിൽവേ ഉപയോഗിക്കുന്നത്. ഇവിടെ ചുമരിലായിട്ട് വെച്ചിട്ടുള്ളത് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കൈമാറി വരുന്ന ടോക്കൺ പൗച്ചാണ്. മറ്റൊരു സ്ഥലത്തായിട്ട് പാൽഘട്ട് ഡിവിഷൻ കൂനൂർ എന്ന് എഴുതിയൊരു ബോർഡൊക്കെ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ നീലഗിരി മൗണ്ടൻ റെയിൽവേ കുറച്ചു കാലം പാലക്കാട് റെയിൽവേ ഡിവിഷന് കീഴിലായിട്ടാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അവിടെ ഈ ബോർഡൊക്കെ സ്ഥാപിച്ചിട്ടുള്ളത്. നിലവിൽ ഈ നീലഗിരി മൗണ്ടൻ റെയിൽവേ സേലം റെയിൽവേ ഡിവിഷന് കീഴിലായിട്ടാണ് വരുന്നത്. അങ്ങനെ ഇന്ന് നമുക്ക് യാത്ര ചെയ്യേണ്ട നമ്മുടെ ട്രെയിൻ അങ്ങനെ ഉദകമണ്ഡലം റെയിൽവേ സ്റ്റേഷനിലോട്ട് വന്നുകൊണ്ട് നിൽക്കുകയാണ്. ഈ ട്രെയിൻ ഇപ്പോൾ മേട്ടുപ്പാളയം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വരുന്ന ട്രെയിനല്ല. ഈ ട്രെയിൻ കൂനൂരിൽ നിന്ന് ഉദകമണ്ഡലത്തിലോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ട്രെയിനാണ്. ഈ ട്രെയിൻ അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്താറായപ്പോഴേക്കും ഈ റെയിൽവേ സ്റ്റേഷനിലുള്ളവരും ട്രെയിനിലുള്ളവരും എല്ലാവരും തന്നെ ഈ റെയിൽവേ സ്റ്റേഷൻ്റെയും ട്രെയിനിൻ്റെ എല്ലാം ഫോട്ടോയും വീഡിയോ എല്ലാം എടുക്കുന്ന തിരക്കിലാണ്. നമ്മുടെ ഈ ട്രെയിനിൽ ഒരുപാട് ഫോറിനേഴ്സ് എല്ലാം ഈ ട്രെയിനിൽ ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. പൊന്മല ഡീസൽ ലോക്കോ ഷെഡിൻ്റെ കാണുന്ന YDM 4 ഡീസൽ ലോക്കോയിലാണ് ഇന്ന് നമ്മൾ ഉദകമണ്ഡലം തൊട്ട് കൂനൂർ വരെ യാത്ര ചെയ്യുന്നത്. 6706 എന്നാണ് ഈ ലോക്കോയുടെ നമ്പർ വരുന്നത്.
നമ്മുടെ ട്രെയിൻ അങ്ങനെ ഇപ്പോൾ സ്റ്റേഷനിലോട്ട് എത്തിയപ്പോഴേക്കും ആളുകളെല്ലാം കയറാനും ഇറങ്ങാനുള്ള ഭയങ്കര തിരക്കിലാണ് ഇപ്പോൾ ഇതാ ഉള്ളത്. ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്ന ഈ ട്രെയിൻ നമ്പർ വരുന്നത് 06137 എന്ന നമ്പറാണ്. നമ്മുടെ ട്രെയിൻ അങ്ങനെ ഉദകമണ്ഡലം റെയിൽവേ സ്റ്റേഷനിൽ അപ്പം പുറപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് D1 കോച്ചിലാണ്. D1 കോച്ചിലെ സീറ്റ് നമ്പർ 40ലാണ് നമ്മൾ സീറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളത്. വിൻഡോ സൈഡ് സീറ്റാണ് ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ളത്. പക്ഷേ നമുക്കിന്ന് കിട്ടിയിട്ടുള്ള വിൻഡോ സൈഡ് സീറ്റ് നമ്മുടെ ട്രെയിൻ പോകുന്നതിൻ്റെ നേരെ എതിർവശത്തായിട്ടുള്ള വിൻഡോ സൈഡ് സീറ്റാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ ട്രെയിനിലാകെ 3 ക്ലാസ്സുകളാണ് വരുന്നത്. ഒന്ന് ഫസ്റ്റ് ക്ലാസ്സും, രണ്ടാമത്തത് സെക്കൻഡ് സീറ്റിങ്ങും, മൂന്നാമത്തത് ജനറലുമാണ്. നമ്മളിന്ന് യാത്ര ചെയ്യുന്നത് സെക്കൻഡ് സിറ്റിങ്ങിലാണ്. നമ്മളങ്ങനെ ഉദകമണ്ഡലം റെയിൽവേ സ്റ്റേഷനോട് വിട പറഞ്ഞിരിക്കുകയാണ്. ഊട്ടിയിലെ പ്രധാന ഭാഗങ്ങളാണ് ഇതായി കാണുന്നതൊക്കെ. നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്ന ഊട്ടി ടോയ് ട്രെയിനിൽ നമുക്ക് ജനറൽ ടിക്കറ്റുകളും കിട്ടുന്നതാണ്. അങ്ങനെ ജനറൽ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ആളുകൾ പുലർച്ചെ തന്നെ വന്ന് ഈ ഊട്ടി റെയിൽവേ സ്റ്റേഷനിലൊക്കെ വരി നിൽക്കാറുണ്ട്. നമ്മളിന്ന് പക്ഷേ ജനറൽ ടിക്കറ്റ് എടുത്തിട്ടല്ല ഈ ട്രെയിനിൽ യാത്ര ചെയ്യുന്നത്. നമ്മൾ 2.5 മാസം മുന്നേ തന്നെ ഈ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഊട്ടിയിൽ നിന്ന് നമ്മൾക്ക് മേട്ടുപ്പാളയം വരെ ഈ ട്രെയിനിൻ്റെ ടിക്കറ്റ് ഫെയർ എന്ന് പറയുന്നത് 306 രൂപയാണ്. നമ്മുടെ ട്രെയിൻ അങ്ങനെ ഉദകമണ്ഡലം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും മേട്ടുപ്പാളയത്തേക്കുള്ള ട്രെയിൻ യാത്രയിൽ അതിൻ്റെ ആദ്യത്തെ ടണലിലേക്കാണ് ഇപ്പോൾ ഇതാ കയറാൻ പോകുന്നത്. ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്ന ഈ നീലഗിരി മൗണ്ടൻ റെയിൽവേ സതേൺ റെയിൽവേയിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. സതേൺ റെയിൽവേയിൽ സേലം റെയിൽവേ ഡിവിഷന് കീഴിലായിട്ടാണ് ഈ ട്രെയിൻ സർവീസുകളെല്ലാം വരുന്നത്. സേലം റെയിൽവേ ഡിവിഷൻ തന്നെയാണ് ഈ ട്രെയിൻ സർവീസുകളെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നതും. ഈ നീലഗിരി മൗണ്ടൻ റെയിൽവേയിൽ ആകെ മൊത്തം 13 സ്റ്റേഷനുകളാണ് വരുന്നത്. അതിലെല്ലാ സ്റ്റേഷനുകളിലൊന്നും നമ്മുടെ ഈ ട്രെയിനിന് സ്റ്റോപ്പില്ല. മേട്ടുപ്പാളയം തൊട്ട് ഉദകമണ്ഡലം വരെ ആകെ മൊത്തം 46 കിലോമീറ്ററാണുള്ളത്. നമ്മുടെ ട്രെയിൻ അങ്ങനെ ഈ ട്രെയിൻ യാത്രയിൽ അതിൻ്റെ ആദ്യത്തെ സ്റ്റേഷനായ ലൗഡേൽ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഇപ്പോൾ അത് എത്തിയിട്ടുള്ളത്. ഒരുപാട് സിനിമകളൊക്കെ ചിത്രീകരിച്ചിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ് ഈ ലൗഡേൽ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ട്രെയിൻ അങ്ങനെ വീണ്ടും ലൗഡേൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ടിരിക്കുകയാണ്. ഈ റെയിൽവേ സ്റ്റേഷനിലൊന്നും നമ്മുടെ ട്രെയിനിൽ നിന്ന് ആരും ഇറങ്ങാനൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഈ റെയിൽവേ സ്റ്റേഷനിൽ ഒരുപാട് പേർ നമ്മുടെ ഈ ട്രെയിനിൻ്റെ ഫോട്ടോയും ചിത്രങ്ങളെല്ലാം എടുക്കാൻ വേണ്ടി ഇവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു.
നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഊട്ടി മേട്ടുപ്പാളയം നീലഗിരി മൗണ്ടൻ റെയിൽവേ തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയെയും കോയമ്പത്തൂർ ജില്ലയും ബന്ധിപ്പിച്ചുകൊണ്ട് 1908 ബ്രിട്ടീഷുകാർ നിർമ്മിച്ചൊരു മീറ്റർ ഗേജ് റെയിൽവേ പാതയാണ്. 1854 മേട്ടുപ്പാളയത്ത് നിന്നും നീലഗിരി മലകളിലേക്ക് ഒരു റെയിൽപാത നിർമ്മിക്കാൻ ബ്രിട്ടീഷുകാർ പദ്ധതിയിട്ടത്. എന്നാൽ പിന്നീട് 45 വർഷങ്ങളെടുത്താണ് ഈ റെയിൽപാത പിന്നീട് സാധ്യമായത്. നമ്മുടെ ട്രെയിൻ ഇപ്പോൾ ഇതാ കെട്ടി എന്നൊരു റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഇപ്പോൾ ഇതാ അടുത്തതായിട്ട് എത്തിയിട്ടുള്ളത്. വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ട്രെയിൻ അങ്ങനെ ഇതാ വീണ്ടും പുറപ്പെട്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ട്രെയിൻ ഇതാ യൂക്കാലിപ്സ് മരങ്ങൾക്കിടയിലൂടെയാണ് ഇപ്പോൾ ഇതാ പോയിക്കൊണ്ട് നിൽക്കുന്നത്. യൂക്കാലിപ്സ് മരങ്ങൾക്കിടയിലൂടെ പോയിക്കൊണ്ട് നിൽക്കുന്നതുകൊണ്ട് നമ്മുടെ ട്രെയിനിലേക്ക് ഇപ്പോൾ ഒരു നല്ലൊരു മണം കിട്ടുന്നുണ്ട്. നമ്മുടെ ട്രെയിൻ ഇപ്പോൾ ഇതാ അരവങ്കാട് എന്ന റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഇപ്പോൾ ഇതാ എത്തിയിട്ടുള്ളത്.
2005 നമ്മുടെ ഈ ഊട്ടി മേട്ടുപ്പാളയം റെയിൽവേ ലൈനെ യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് പുറകിലൂടെ തന്നെ റെയിൽവേ ലൈൻ ക്രോസ് ചെയ്തുകൊണ്ട് റോഡ് കടന്നു പോകുന്നുണ്ട്. നമ്മുടെ ട്രെയിൻ ഇവിടെ നിർത്തിയിടുമ്പോൾ ഇതിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നത് നമുക്ക് ഈ ട്രെയിനിൽ ഇരുന്ന് തന്നെ കാണാൻ കഴിയുന്നതാണ്. നമ്മുടെ ട്രെയിൻ അങ്ങനെ അരവങ്കാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും അങ്ങനെ പുറപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ ഈ റെയിൽവേ ലൈനിൽ ഒരുപാട് നവീകരണ പ്രവൃത്തികളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ഇരുമ്പിൻ്റെ പോളുകളൊക്കെ മാറ്റി പുതിയതായുള്ള കോൺക്രീറ്റ് പോളുകളൊക്കെ ഇപ്പോൾ ഇട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഇരുമ്പിൻ്റെ പോളുകളാണ് ഈ സൈഡിലെല്ലാം കൂട്ടിയിട്ടിട്ടുള്ളത്. ഇന്ന് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഊട്ടി മേട്ടുപ്പാളയം റെയിൽവേ ലൈനിൽ 208ഓളം വളവുകളും അതുപോലെ തന്നെ 16ഓളം ടണലുകളും ഏകദേശം 250ഓളം പാലങ്ങളുമുണ്ട്. നമ്മുടെ ട്രെയിൻ അങ്ങനെ ഈ ട്രെയിൻ യാത്രയിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു റെയിൽവേ സ്റ്റേഷനായ കൂനൂർ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. നമ്മുടെ ട്രെയിനിന് കൂനൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ലോക്കോ ചേഞ്ച് ഒക്കെ വരുന്നുണ്ട്. കൂനൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് നമ്മുടെ ഈ ഡീസൽ എഞ്ചിൻ മാറ്റി ഇനി സ്റ്റീം എഞ്ചിനിലാണ് നമ്മൾ കൂനൂരിൽ നിന്ന് മേട്ടുപ്പാളയം വരെ പോകുന്നത്. കൂനൂർ റെയിൽവേ സ്റ്റേഷനിലായിട്ട് സ്റ്റീം എഞ്ചിൻ ലോക്കോ ഷെഡും അതുപോലെ തന്നെ ഡീസൽ ലോക്കോ ഷെഡൊക്കെ ഇവിടെയുണ്ട്. അങ്ങനെ നമ്മുടെ ട്രെയിൻ ഇപ്പോൾ കൂനൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരുപാട് ദൂരം മുന്നോട്ട് എത്തിയിരിക്കുകയാണ്. അതിന് കാരണമെന്ന് പറയുന്നത് നമ്മുടെ ഈ ട്രെയിൻ നേരിട്ട് കൂനൂർ റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിലേക്ക് കയറില്ല. അതുകൊണ്ട് തന്നെ ഈ ട്രെയിൻ കുറച്ച് ദൂരം മുന്നോട്ട് പോയതിന് ശേഷം വീണ്ടും തിരിച്ചു വന്ന് ട്രാക്ക് ചേഞ്ച് ചെയ്താണ് കൂനൂർ റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിലേക്ക് കയറുന്നത്. അങ്ങനെ നമ്മുടെ ട്രെയിൻ അങ്ങനെ ഇതപ്പോൾ ട്രാക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഇതപ്പോൾ കൂനൂർ റെയിൽവേ സ്റ്റേഷൻ്റെ പുറകോട്ട് പോയിക്കൊണ്ട് നിൽക്കുകയാണ്. നമ്മുടെ ട്രെയിൻ അങ്ങനെ കൂനൂർ റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിലേക്ക് കയറിയിരിക്കുകയാണ്. ഇവിടെ ഒരു YDM-4 ലോക്കോയുമായിട്ട് ഊട്ടിയിലൂടെ സർവീസ് നടത്തുന്ന മറ്റൊരു ട്രെയിൻ അവിടെ നിർത്തിയിട്ടിട്ടുണ്ട്.
അങ്ങനെ കൂനൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയപ്പോഴേക്കും നമ്മൾ ഉദകമണ്ഡലത്ത് നിന്ന് കൂനൂർ വരെ വന്ന നമ്മുടെ ട്രെയിനിൻ്റെ ഡീസൽ എഞ്ചിൻ അപ്പോൾ ഇവിടുന്ന് അഴിച്ച് മാറ്റിക്കൊണ്ട് നിൽക്കുകയാണ്. ഈ ഡീസൽ എഞ്ചിൻ അഴിച്ചു മാറ്റിയതിന് ശേഷം നമ്മുടെ ട്രെയിനിലേക്ക് പുതിയതായി സ്റ്റീം എഞ്ചിനാണ് ഇവിടെ നിന്ന് ഘടിപ്പിക്കുക. ഈ സ്റ്റീം എഞ്ചിനിലാണ് നമ്മൾ കൂനൂർ തൊട്ട് മേട്ടുപ്പാളയം വരെ യാത്ര ചെയ്യുക. ലോക്കോ ചേഞ്ച് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഈ ട്രെയിനിന് കൂനൂർ റെയിൽവേ സ്റ്റേഷനിൽ ഏകദേശം 10 മിനിറ്റോളം സമയം സ്റ്റോപ്പുണ്ട്. ചായയും അതുപോലെ തന്നെയുള്ള മറ്റു ലഘുകടികളെല്ലാം നമ്മുടെ ഈ കൂനൂർ റെയിൽവേ സ്റ്റേഷനിൽ നമുക്ക് ലഭിക്കുന്നതാണ്. നമ്മുടെ ഈ ട്രെയിനിൽ ടോയ്ലറ്റ് സംവിധാനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ടോയ്ലറ്റും മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് ഈ കൂനൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഉപയോഗിക്കാവുന്നതാണ്. 10 മിനിറ്റൊക്കെ സ്റ്റോപ്പ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ട്രെയിനിൽ ഒട്ടുമിക്ക എല്ലാ ആളുകളും നമ്മുടെ ഈ കൂനൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ട്. കൂനൂർ തൊട്ട് മേട്ടുപ്പാളയം വരെ നമുക്ക് സഞ്ചരിക്കാനുള്ള നമ്മുടെ സ്റ്റീം എഞ്ചിനാണ് ഇതാ വന്നുകൊണ്ട് നിൽക്കുന്നത്. വെള്ളം ഒഴിച്ച് ആവിയാക്കിയാണ് ഈ സ്റ്റീം എഞ്ചിനെല്ലാം പ്രവർത്തിക്കുന്നത്. നമ്മുടെ ഈ സ്റ്റീം എഞ്ചിൻ്റെ സൈഡിലായിട്ട് നീലഗിരി ക്യൂ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ താഴത്തായിട്ട് ഈ SR എന്ന് സൂചിപ്പിക്കുന്നത് നമ്മുടെ സതേൺ റെയിൽവേ സോണിനെയാണ്. അങ്ങനെ നമ്മുടെ ട്രെയിനിൽ ഇപ്പോൾ ഇതാ നമ്മുടെ സ്റ്റീം എഞ്ചിൻ ഘടിപ്പിച്ചിരിക്കുകയാണ്. ഈ സ്റ്റീം എഞ്ചിനുകളിലെല്ലാം നമ്മുടെ ലോക്കോ പൈലറ്റുമാർ ഇത്തരത്തിൽ നിന്നുകൊണ്ടാണ് ഈ സ്റ്റീം എഞ്ചിൻ പ്രവർത്തിപ്പിക്കുന്നത്. അങ്ങനെ സ്റ്റീം എഞ്ചിനെല്ലാം ഘടിപ്പിച്ചതിന് ശേഷം നമ്മുടെ ട്രെയിൻ അങ്ങനെ ചെയ്തപ്പം കൂനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വീണ്ടും പുറപ്പെട്ടിരിക്കുകയാണ്. ഊട്ടിക്കും മേട്ടുപ്പാളയത്തിനും ഇടയ്ക്കായി നമ്മുടെ ഈ ട്രെയിൻ എല്ലാ ദിവസവും ഒരു സർവീസാണ് നടത്തുന്നത്. രാവിലെ 7:10 മേട്ടുപ്പാളയത്തു നിന്നും പുറപ്പെടുന്ന ഈ ട്രെയിൻ ഉച്ചയ്ക്ക് 11:55 കൂടി ഊട്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേരുന്നു. ഊട്ടിയിൽ നിന്ന് തിരിച്ച് ഈ ട്രെയിൻ ഉച്ചയ്ക്ക് 2 മണിക്ക് പുറപ്പെട്ട് വൈകുന്നേരം 5:30 കൂടി മേട്ടുപ്പാളയം റെയിൽവേ സ്റ്റേഷനിലേക്ക് വീണ്ടും തിരിച്ചെത്തുന്നു. ഊട്ടിക്കും മേട്ടുപ്പാളയത്തിനും ഇടയ്ക്ക് എല്ലാ ദിവസവും ഒരു സർവീസേ ഉള്ളെങ്കിലും ഊട്ടിക്കും കൂനൂരിനിടയിൽ വേറെയും സർവീസുകളുണ്ട്. ഊട്ടിയിൽ നിന്ന് രാവിലെ 9:15 ഉച്ചയ്ക്ക് 12:15 വൈകുന്നേരം 5:30 കൂനൂരിലേക്ക് ട്രെയിൻ സർവീസുകളുണ്ട്. കൂനൂരിൽ നിന്ന് രാവിലെ 7:45 ഉച്ചയ്ക്ക് 12:35 വൈകുന്നേരം 4 മണിക്കും ഊട്ടിയിലേക്കും ട്രെയിൻ സർവീസുകളുണ്ട്. നമ്മളിതാ ഇപ്പോൾ ഈ കാണുന്നതൊക്കെ കൂനൂർ ടൗണിൻ്റെ പ്രധാന ഭാഗങ്ങളാണ് ഇതൊക്കെ.
നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഊട്ടി മേട്ടുപ്പാളയം ട്രെയിനിന് നമ്മുടെ നീലഗിരി സൂപ്പർ ഫാസ്റ്റ് ട്രെയിനുമായിട്ട് കണക്ഷനുണ്ട്. MGR ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും രാത്രി 9 മണിക്ക് പുറപ്പെടുന്ന നീലഗിരി സൂപ്പർ ഫാസ്റ്റ് ട്രെയിൻ പിറ്റേന്ന് രാവിലെ 6:20 മേട്ടുപ്പാളയം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്നത്. 6:20 എത്തുന്നതുകൊണ്ട് തന്നെ നമ്മുടെ 7:10 നമ്മുടെ മേട്ടുപ്പാളയം ഊട്ടി ട്രെയിനിൽ കയറി നമുക്ക് ഊട്ടിയിലേക്ക് എത്തിച്ചേരാവുന്നതാണ്. നമ്മുടെ ഈ ട്രെയിൻ യാത്രയിൽ നമ്മുടെ ഈ ട്രെയിനിൻ്റെ ഇരുവശത്തുമായിട്ട് ഇങ്ങനെ പല സമയങ്ങളിലും ഒരുപാട് തേയിലത്തോട്ടങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. നമ്മളിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ട്രെയിൻ മേട്ടുപ്പാളയത്ത് നിന്ന് ഊട്ടിയിലേക്ക് പോകുമ്പോൾ ഈ ട്രെയിനിൻ്റെ എൻജിൻ പുറകിലും, ഊട്ടിയിൽ നിന്ന് ഈ ട്രെയിൻ മേട്ടുപ്പാളയത്തോട്ട് വരുമ്പോൾ ഈ ട്രെയിനിൻ്റെ എൻജിൻ മുൻപിലുമാണ് ഉണ്ടാവുക. നമ്മുടെ ട്രെയിൻ എങ്ങനെയാണ് അപ്പോൾ ഹിൽ ഗ്രോവ് എന്ന റെയിൽവേ സ്റ്റേഷനിലാണുള്ളത്. നമ്മൾ കൂനൂർ തൊട്ട് സ്റ്റീം എഞ്ചിനിലാണല്ലോ വന്നുകൊണ്ടിരുന്നത്. സ്റ്റീം എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ ഈ സ്റ്റീം എഞ്ചിനിൽ ഇടയ്ക്കിടയ്ക്ക് വെള്ളം നിറയ്ക്കേണ്ടതുണ്ട്. അങ്ങനെ വെള്ളം നിറയ്ക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയിട്ടുള്ളത്. ആ മുകളിൽ കാണുന്ന പൈപ്പിലൂടെയാണ് ഈ എഞ്ചിനിലോട്ട് വെള്ളം നിറച്ചുകൊണ്ട് നിൽക്കുന്നത്. നമ്മുടെ ഈ ട്രെയിനിൻ്റെ എഞ്ചിൻ അങ്ങനെ വെള്ളം നിറച്ചുകൊണ്ട് തന്നെ നിൽക്കുമ്പോൾ ഈ എഞ്ചിനിലെ വീലിൻ്റെ ഭാഗങ്ങളിലൊക്കെ ഗ്രീസാണ് ഒഴിച്ചുകൊണ്ട് നിൽക്കുന്നത്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നല്ലോ, ഈ നീലഗിരി മൗണ്ടൻ റെയിൽവേ റാക്ക് ആൻഡ് പീനിയൻ സിസ്റ്റത്തിലൂടെയാണ് പ്രവർത്തിക്കുന്നതെന്നത്. ഈ ട്രാക്കിന് നടുവിലായി കാണുന്നതാണ് റേക്ക് ബാറുകൾ എന്ന് പറയുന്നത്. നമ്മുടെ ട്രെയിനിൽ ഘടിപ്പിച്ചിട്ടുള്ള പീനിയൻ വീലുകൾ ഈ റേക്ക് ബാറിലൂടെ പിടിച്ചാണ് നമ്മുടെ ഊട്ടി മലനിരകൾ കയറുന്നത്. ഈ റാക്ക് ആൻഡ് പീനിയൻ സിസ്റ്റത്തിലൂടെ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഏക ട്രെയിൻ സർവീസ് കൂടിയാണ് നമ്മുടെ നീലഗിരി മൗണ്ടൻ റെയിൽവേ എന്ന് പറയുന്നത്.
നമ്മുടെ ഈ ട്രെയിനിൻ്റെ ഏറ്റവും അവസാന സ്റ്റേഷനായ മേട്ടുപ്പാളയം റെയിൽവേ സ്റ്റേഷൻ എത്തുന്നതിന് മുന്നേയുള്ള അതിൻ്റെ ഏറ്റവും അവസാനത്തെ സ്റ്റേഷനായ കല്ലാർ റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. മേട്ടുപ്പാളയം റെയിൽവേ സ്റ്റേഷൻ ഏകദേശം ഒരു 8 കിലോമീറ്ററോളം മാറിയിട്ടാണ് നമ്മുടെ ഈ കല്ലാർ റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. നമ്മുടെ ട്രെയിൻ അങ്ങനെ അതിൻ്റെ ഏറ്റവും അവസാനത്തെ സ്റ്റേഷനായ മേട്ടുപ്പാളയം റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. 5:30 മേട്ടുപ്പാളയത്ത് എത്തേണ്ട നമ്മുടെ ഈ ട്രെയിൻ ഏകദേശം അരമണിക്കൂറിന് മുകളിൽ വൈകി 6:02 ആയപ്പോഴേക്കുമാണ് ഇത് അപ്പം മേട്ടുപ്പാളയം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുള്ളത്. ഇതാ കാണുന്നതൊക്കെ നമ്മുടെ ഈ ഊട്ടി ടോയ് ട്രെയിനിൻ്റെ കോച്ചുകളും എഞ്ചിനെല്ലാം സർവീസ് ചെയ്യുന്ന യാർഡാണത് അവിടെ കാണുന്നത്. നമ്മുടെ ഈ യാർഡിൻ്റെ തൊട്ടപ്പുറത്തായി ഇതായി കാണുന്നത് നമ്മുടെ ഉദകമണ്ഡലം റെയിൽവേ സ്റ്റേഷനിൽ കണ്ടതുപോലെ നീലഗിരി മൗണ്ടൻ റെയിൽവേയുടെ ഒരു മ്യൂസിയം നമ്മുടെ ഈ മേട്ടുപ്പാളയം റെയിൽവേ സ്റ്റേഷനിലും ഉണ്ട്. ഇതാണിന്ന് നമ്മൾ സഞ്ചരിച്ച ഈ ട്രെയിനിൻ്റെ സെക്കൻഡ് സീറ്റിംഗ് കോച്ചുകളെല്ലാം. ഈ ട്രെയിനിൻ്റെ ഫസ്റ്റ് ക്ലാസ് കോച്ചുകളെല്ലാം ദാ ഇത്തരത്തിലാണ് വരുന്നത്. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ഊട്ടി ടോയ് ട്രെയിൻ എന്ന മനോഹരമായ ട്രെയിൻ യാത്ര ദാ അവിടെ മേട്ടുപ്പാളയം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അവസാനിക്കുകയാണ്. മറ്റൊരു ട്രെയിൻ യാത്രയിൽ കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും നന്ദി.